നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രോസസ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ് പഠിച്ചത്. പ്രോസസ്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. എന്താണ് പ്രോസസ്സ്, അതായത് ഒന്നിലധികം പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. സിങ്ക്രണൈസേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ പഠിച്ചു. സെമാഫോർ, മോണിറ്റർ, പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതേപോലെ മോണിറ്റേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. മെസ്സേജ് പാസിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി. റീഡേഴ്സ് റൈറ്റിംഗ് ആൻഡ് ഡെഡ്ലോക്കിൽ വന്നിട്ടുള്ള പ്രിവെൻഷൻ, അവോയ്ഡൻസ് ആൻഡ് ഡിറ്റക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കി. ഇനി പ്രോസസ് മാനേജ്മെൻറ്റ് പോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് മെമ്മറി മാനേജ്മെൻറ്റ്. മെമ്മറീനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോസസ്സുകളെ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് മെമ്മറി മാനേജ്മെൻറ്റ്? Memory management is the functionality of an operating system which handles or manages the primary memory. ഒരു പ്രൈമറി മെമ്മറിയാണ് നമ്മളിവിടെ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള പ്രൈമറി മെമ്മറീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, പ്രൈമറി മെമ്മറി എന്താണെന്നുള്ളതിന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറിയാണ്, ടെമ്പററി ആണ്. പിന്നെ കുറച്ച് മെമ്മറി സ്പേസ് കുറവേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ പ്രോസസ്സിംഗ് സ്പീഡ് കൂടുതലാണ്. ഏത് പ്രോസസ്സിനെയും എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് പ്രൈമറി മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എക്സിക്യൂഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള മെയിനായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് CPU ആൻഡ് മെമ്മറി. CPUവിനകത്താണ് നമ്മുടെ പ്രോസസ്സിങ് കാര്യങ്ങൾ, എക്സിക്യൂഷൻ എന്ന് നടക്കുന്നത് CPUവിനകത്താണ്. ഈ CPUവിനടുത്തത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എക്സിക്യൂഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ഇനി ഈ മെമ്മറിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് മെമ്മറീൻ്റെ സൈസ്, ആക്സസ് ടൈം, പെർ യൂണിറ്റ് കോസ്റ്റ്. അതായത് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെമ്മറീൻ്റെ കപ്പാസിറ്റി, അതായത് ഒരു മെമ്മറിയിൽ എത്ര ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെമ്മറി കപ്പാസിറ്റി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് നമുക്ക് എപ്പോഴും ലാർജർ സൈസാണ് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആക്സസ് ടൈം. ഏറ്റവും ഫാസ്റ്റായിട്ട് ലോ ടൈമിൽ എന്ത് ചെയ്യണം? ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മളൊരു ഡാറ്റാനെ ആക്സസ് ചെയ്യാൻ കൊടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ടല്ല ഡാറ്റ വരേണ്ടത്. ഏറ്റവും ലെസ് ടൈമിൽ ഡാറ്റ ആക്സസിങ് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ആക്സസ് ടൈം. ദെൻ പെർ യൂണിറ്റ് കോസ്റ്റ്. പെർ യൂണിറ്റ് കോസ്റ്റും എന്താവണം? ഒരു ഡാറ്റ എടുക്കുന്നതിനുള്ള കോസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു മെമ്മറി തമ്മിൽ എന്തായിരിക്കണം? ഒരു മിംഗ്ലിംഗ് ഉണ്ടായിരിക്കണം. യൂണിറ്റ് കോസ്റ്റും എപ്പോഴും ലോ ആണെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ സാറ്റിസ്ഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്താണ്? സൈസ് കൂടുതൽ വേണം, ആക്സസ് ടൈം കുറവ് വേണം, പെർ യൂണിറ്റ് കോസ്റ്റും കുറവ് വേണം, അല്ലേ? പക്ഷേ ഇത് മൂന്നും നമുക്കൊരിക്കലും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് സൈസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസ് ടൈമും കൂടും, അല്ലെങ്കിൽ ആക്സസ് ടൈമും കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ സൈസ് കൂടുന്നതിനനുസരിച്ച് യൂണിറ്റ് പെർ കോസ്റ്റും അവിടെ ഇൻക്രീസ് ആവും. മൂന്ന് ക്രൈറ്റീരിയയും കൂടെ ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റീനെ അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒന്ന് ക്യാഷ് മെമ്മറി, റാം, രജിസ്റ്റേഴ്സ് ആൻഡ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, ദെൻ ഈ CPU-നായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത് ക്യാഷ് മെമ്മറി, രജിസ്റ്റേഴ്സ് ആൻഡ് റാം. ഇവർ മൂന്നുമാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മെമ്മറി സൈസ് കുറവാണ്, ആക്സസിങ് സ്പീഡ് കൂടുതലാണ്, യൂസേജ് പെർ കോസ്റ്റ് ലോ ആണ്. അപ്പോൾ ഇത് മൂന്നും ആണ് നമ്മുടെ ഏകദേശം സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇവരെ മൂന്നും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ നമുക്ക് സൈസ് കൂടുതലില്ലാണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളതിന് കറസ്പോണ്ടിങ്
കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസും കൂടി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സെറ്റ് ചെയ്യും. ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. ഡാറ്റ സ്റ്റോറിങ് പെർമനൻ്റ് ആണ്. പ്രൈമറി മെമ്മറിയിലാണെന്നുണ്ടെങ്കിലോ അത് ഡാറ്റ സ്റ്റോറേജ് ടെമ്പററി ആണ്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം നമ്മുടെ റാമിനകത്ത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാപ്പിംഗ് ചെയ്യും. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? സെക്കൻഡറി മെമ്മറി ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ ഏത് പ്രോഗ്രാമാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്യും? ആവശ്യമുള്ള സമയത്ത് നമ്മുടെ റാമിലേക്ക് കൊണ്ടുവരും. ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് കൊണ്ടുവന്നിടും. ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, അതായത് സെക്കൻഡറി ടു പ്രൈമറി ആൻഡ് പ്രൈമറി ടു സെക്കൻഡറി, ഇങ്ങനെയുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്നുള്ള കേസിൽ പറയുന്നത്. ഇതന്നെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും. അതായത് CPU ഇവിടെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതായത് ആവശ്യമുള്ള സാധനത്തിനെ റാമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ CPU ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാം ഇവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. അടുത്തത് ഏത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയും ഇവിടെ റാമിലേക്ക് കൊണ്ടുവന്നിടാം. ഇനി ഈ ഫസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാം തിരിച്ച് അത് എന്ത് ചെയ്യും? സെക്കൻഡറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിടും. ഇതൊക്കെ അറ്റ് എ ടൈം നടക്കുന്ന പ്രോസസ്സാണ്. ഇതുകൊണ്ടാണ് ഇതിനെ മൾട്ടി പ്രോഗ്രാമിംഗ്, ഒന്നിലധികം പ്രോഗ്രാംസുകൾ ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള യൂസേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPU ഒരിക്കലും ഐഡിയൽ ആവുന്നില്ല. അതേപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് സ്പേസ് അലോക്കേഷൻ, അഡ്രസ് ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്പേസ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞു സ്വാപ്പിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പ്രോഗ്രാമിനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പ്രൈമറിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം? സ്പേസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പ്രൈമറി മെമ്മറിയിൽ ആ വരുന്ന ഡാറ്റേനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മളവിടെ കൊടുക്കണം അല്ലേ? ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ 3 കുട്ടികളുണ്ട് വിചാരിക്കുക. 3 കുട്ടികളുള്ള ഒരു ബെഞ്ചിൽ ഒരു 3 പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 4ാമത്തെ ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടിക്കുള്ള സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ സ്പേസ് അലോക്കേഷൻ എന്ന് പറഞ്ഞത് നടക്കുന്ന സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഡാറ്റ വരുമ്പോൾ പ്രൈമറി മെമ്മറിയിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പേസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് സ്പേസ് അലോക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി സ്പേസ് അലോക്കേഷൻ 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂസ് അലോക്കേഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ നോൺ കണ്ടിന്യൂസ് അലോക്കേഷൻ നടക്കുന്നുണ്ട്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു 10 സ്പേസ് ഉണ്ടെങ്കിൽ 10 സ്പേസും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കണ്ടിന്യൂസ് അലോക്കേഷൻ, കണ്ടീജിയസ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നോൺ കണ്ടീജിയസ് അലോക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ റാൻഡംലി സെലക്റ്റഡ് ആണ്. സ്പേസ് എവിടേക്കാണോ ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആ ഫ്രീ സ്പേസിലൊക്കെ കൊണ്ടുപോയിട്ട് ഡാറ്റാനെ സ്റ്റോർ ചെയ്യുക. ദാറ്റ് ഈസ് നോൺ കണ്ടീജിയസ് അലോക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഈ അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടേക്ക് കെയർ ഓഫ് ദ അഡ്രസ് ട്രാൻസ്ലേഷൻ ആൻഡ് സ്പേസ് അലോക്കേഷൻ ഒക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്താണ് അഡ്രസ് ട്രാൻസ്ലേഷൻ? അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടൊരു ആലോചിക്കുക. നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് വീട്ടിലൊരു അഡ്രസ്സ് ഉണ്ട് അല്ലേ? ഇനി നിങ്ങൾ കോളേജിലാണെന്ന് വിചാരിക്കുക. കോളേജിലാണെന്നുണ്ടെങ്കിൽ കോളേജിലും നിങ്ങൾക്കൊരു ഒഫീഷ്യൽ അഡ്രസ്സ് പോസിബിൾ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ എന്നുള്ള ആ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്, പക്ഷേ നിങ്ങൾക്കുള്ള ആ ഒരു അഡ്രസ്സ് ചേഞ്ച് ആവുന്നുണ്ട് എന്ന് മാത്രം അല്ലേ? ആ ഡാറ്റ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. നിങ്ങൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ അഡ്രസ്സ്, ഓഫീസാണെങ്കിൽ കോളേജ് ആണെങ്കിൽ കോളേജിലെ അഡ്രസ്സ്. അപ്പോൾ ആ രീതിയിലുള്ള അഡ്രസ് ട്രാൻസ്ലേഷൻ, അതായത് ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സ് CPU-യിലാണെന്നുണ്ടെങ്കിൽ ആ CPU-യിലുള്ള അഡ്രസ് സ്പേസ് ആണ് ലോജിക്കൽ അഡ്രസ്സ്. ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഇപ്പോൾ പ്രൈമറി മെമ്മറിയിലാണെന്നുണ്ടെങ്കിൽ ആ പ്രൈമറി മെമ്മറിയിലുള്ള അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ്. സോ ഈ 2 ടേമും നന്നായിട്ട് മനസ്സിലാക്കുക. ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-ൻ്റെ അഡ്രസ്സാണ്. CPU-നകത്തുള്ള അഡ്രസ്സിനെയാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ വരുന്ന അഡ്രസ്സാണ്. നമ്മൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് മെമ്മറി മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷനാണ്. ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പഠിക്കാം. ഓക്കെ.